Premier Footwear Let's Dance Season 2-ലേക്ക് ഏവർക്കും സ്വാഗതം. Semi-final level has come to an end. നമ്മുടെ contestants എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഡെഡിക്കേഷൻ വാസ് ജസ്റ്റ് സൂപ്പർ. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ആൻഡ് ആ കോമ്പറ്റീഷനിൻ്റെ ആ ഒരു ഹോൾ സെനാരിയോയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാദർ ചെയ്തേക്കുന്നത്. We are all gathered here just for a small bit of enjoyment. Alle judges? Yes. Shanti Master. ഇത് ശരിക്കും ഒരു ബ്രേക്ക് ആണ് നമുക്ക് എല്ലാവർക്കും. സ്റ്റേജ് വിട്ടിട്ട് ഒരു ടോട്ടൽ ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇതൊക്കെ. എപ്പോഴും നമ്മൾ ഒരു ഇൻഡോറിൽ ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. വി റിയലി നീഡഡ് എ ബ്രേക്ക്, എ റിലാക്സേഷൻ മൂഡ്. സോ ഒരു ഔട്ട്ഡോർ ഒരു ബ്യൂട്ടിഫുൾ ലോണിലേക്ക് വി ഗോട്ട് ഓൾ ആ കണ്ടസ്റ്റൻസ് ഹിയർ. നമുക്ക് 9 ജോഡീസ് അല്ലേ? ഈ 9 ജോഡീസും ഇന്ന് നമ്മൾ കുറച്ച് നേരം അടിച്ച് പൊളിച്ചിട്ട് വിൽ ഹാവ് എ നൈസ് ക്യാമ്പ് ഫയർ ആൻഡ് ഓൾ, ആൻഡ് ദെൻ വിൽ ഗോ ഫോർ ദ സെലക്ഷൻ ലെവൽ, ഫൈനൽ സെലക്ഷൻ റൗണ്ട്. ടു ദ ക്യാമ്പ് ഫയർ. Yes. Sija, what a setup here. Chicken fry എല്ലാം ഉണ്ട്. Boys and girls, ready ano? Ready for the campfire. We'll start the celebration. Let's dance season 2. Winner master, celebration has started. Or music വേണ്ടേ? Dance വേണ്ടേ? വേണ്ടോ? Music, music, music. മുഖമടം പോട്ടെ മറിക്കൊടന്ത് കപത്തിലു മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ സുർക്കർക്ക മുഖമടം പോട്ടെ മറിക്കൊടന്ത് കപത്തിലു മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ സുർക്കർക്ക മുഖമടം പോട്ടെ മറിക്കൊടന്ത് കപത്തിലു മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ Okay boys, that was fun. Woo! നന്നായിരുന്നു. See this unity. ഇനി നമ്മൾ ആ ഫൈനൽ സെലക്ഷൻ വരെ ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ ഡാൻസിങ്ങിലോട്ട് മാർക്കിങ്ങോ ജഡ്ജിങ്ങോ കമൻസോ ഒന്നുമേ ഇല്ല അല്ലേ? ഒരു ഫ്രീ ഡാൻസിങ്. അതുകൊണ്ട് ഇതുവരെ ജോഡി ഇന്ന് മാറിയിട്ട് വിൽ ഗിവ് എ ഫ്രീ സെലക്ഷൻ ഓഫ് ജോഡീസ്. പക്ഷെ ആരും അഭിനയശ്രീ വിളിക്കാൻ പാടില്ല. ഓക്കെ, ജോഡീസ് തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് മാത്രം. ഫിറോസ്, ക്ലാപ്പ്. നിനക്ക് ഇവിടെ ഉള്ള ജോഡീസിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ ഒരു ഡാൻസ് ചെയ്യാനുള്ള അവസരം. വാ, ആരെയാണ് വിളിക്കേണ്ടത്? അഞ്ജല, അഞ്ജലി, ലക്ഷ്മി, സാൻഡ്ര, സാഹിത്യ, ആരുടെ കൂടെയാണ് നിനക്ക് ഡാൻസ് ചെയ്യേണ്ടത്? വേഗം. ഗേൾസിനെ മാത്രമേ ബോയ്സിനെ വിളിക്കാം? ഓക്കെ, പ്രജിൻ. മ്യൂസിക്, പാട്ട്. മ്യൂസിക്, മ്യൂസിക്. വാ വാ വാ, പ്രജിൻ വാ. പ്രജിൻ ആൻഡ് ഫിറോസിന് വേണ്ടിയിട്ട് ഒരു പാട്ട്.
വിനു മാസ്റ്ററുടെ ഒരു സോളോ പെർഫോമൻസ്. നോ ഡിസ്റ്റർബൻസ്. വിനു മാസ്റ്റർ ഒറ്റയ്ക്ക്. ഓക്കെ അല്ല, നിങ്ങൾ എല്ലാവരും ഇന്നത് ശരിയാണ് ശരിയല്ല എന്നൊക്കെ ഒരുപാട് നിങ്ങളുടെ ഗ്രൂമിങ് സമയത്ത് പറഞ്ഞ മാസ്റ്ററാണ്. പുള്ളിയുടെ സോളോ ഡാൻസ്. യെസ് വിനു മാസ്റ്റർ. അല്ല മാസ്റ്റർ, നമ്മള് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു ടീമായിട്ട് ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുന്ന മോശമല്ലേ? ഒരാളെ ഇല്ല, ഇന്ന് ഒരു സെലിബ്രേഷൻ ആണ്. എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറയാണ് വിനു മാസ്റ്റർ. യു ഹാവ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നൗ. ரோமியோ ஆட்டம் போட்டால் சுத்தும் பூமி சுத்தாதே. ஐயா குண்டு சட்டியில் குதிரை ஓட்டக்கூடாதே. ஏழையை தூக்கி எறியாதே. எறும்புகள் இல்லாமல் தாங்கி வந்த தேகம் மீது ரப்பர் போல சொன்னபடி துள்ளிருப்பார். ரோமியோ ஆட்டம் போட்டால் சுத்தும் பூமி சுத்தாதே. ஐயா கண்டு கடுகளை குதிரை ஒட்டக்கூடாதே. ஏழையை தூக்கி எறியாதே. ஏழையை தூக்கி எறியாதே. நில்லுவே 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 நில்லுவே. அடடா ஜாதி குதிரை இது என்னை தான் தேடி திரிகிறது. கழுத்தின் மேலே நிலாக்கள் கண்டே, கழுத்தின் கீழே புறாக்கள் கண்டே. ஒரு கண்ணில் பார்த்தாலே ஒரு வாரம் ஏழ மாட்டேன். இரு கண்ணில் பார்த்தாலோ என்னாகும் சொல்ல மாட்டேன். இந்த ரோட்டு தாமரை என்ன விடயம்? இவள் கண்ணில் மிதப்பது என்ன கலையோ? சிரிக்கும் போது சிரித்து கொண்டே இவள் சூடிய சிரிப்பினை மொழியில் ஏந்தி கொண்டேன். ஒல்லல்லே ஒல்லே 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 ஒல்லல்லே ஒல்லே 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 ஒல்லே. ரோமியோ ஆட்டம் போட்டால் சுத்தும் பூமி சுத்தாதே. ஐயா குண்டு சட்டியில் குதிரை ஓட்டக்கூடாதே. ஏழையை தூக்கி எறியாதே. ஏழையை தூக்கி எறியாதே. ആട്ടവും പാട്ടും കൊണ്ടാട്ടം. പിക്ചർ अभी बाकी है बॉस. This is just the beginning. We'll be back after a short break only on Premier Footwear Let's Dance Season 2. Welcome back to Premier Footwear Let's Dance Season 2. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Premier the King of Footwear. Chicken അവരുടെ footwear. സിജ, Yes ma'am. ആ ചിക്കൻ ഉണ്ടല്ലോ, 2 ചിക്കൻ, അത് സ്പെഷ്യൽ ഗിഫ്റ്റ്. അതായത് ത്രൂ ഔട്ട് ദിസ് സീസൺ നമ്മൾ ഒരുപാട് എന്റർടൈൻ ചെയ്തത് ആരാണ്? അവർക്കാണ് ആ ചിക്കൻ. വേണോ? Wow. അങ്ങനെ ത്രൂ ഔട്ട് നമ്മളെ എന്റർടൈൻ ചെയ്തത് ആരാണ്? ആരാണ്? ആരാണ് പറയൂ. ആരാണ്? ആ പ്രജൻ. ഗിവ് ദ മൈക്ക് ടു പ്രജൻ. മോനു, ഇത് ആദ്യമായിട്ടല്ലേ ഒരു റിയാലിറ്റി ഷോയില് പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ്. ഓക്കെ, എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? ലൈഫ് സത്യം പറഞ്ഞാൽ ചേഞ്ച് ആയത് ലെറ്റ്സ് ഡാൻസിൽ വന്നതിന് ശേഷമാണ്. കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പ്രജിനൊരു പേരായി. അതാണ്. ഇതുപോലൊരു രാത്രി ഇനി കിട്ടുമെന്നറിയില്ല. എന്തായാലും ഓൾവേസ് ഹാപ്പി. Always happy. The Prajin happy. ഇല്ല, നിന്റെ ഡാൻസിങ് സ്കിൽ അതിനെ കുറിച്ച്
ഡാൻസിൻ്റെ കാര്യം പറയാ പറഞ്ഞാൽ ഞാൻ ഡാൻസ് ഇതുവരെ പഠിച്ചിട്ടില്ല. ഒരു വീട്ടിൻ്റെ അടുത്തൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ ഡാൻസ് പഠിപ്പിച്ച അതൊരു നഴ്സറീൻ്റെ പരിപാടിയായിരുന്നു. അത് ആ കുട്ടീനെ ഭാഗ്യത്തിന് നല്ല അങ്ങോട്ട് കളിച്ച്. അപ്പോൾ അത് കണ്ട പേരൻസിൻ്റെ 3-4 പേരൻസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോനെ നല്ല നന്നായിട്ടുണ്ട്. അങ്ങനെ 4 കുട്ടികൾ വന്നു. അങ്ങനെ പിന്നെ അവിടെ വീട്ടിലൊന്നും പഠിപ്പിക്കാൻ സമയമില്ലാത്തതിനെ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് പുറമെ ഒരു ക്ലാസ് വെറുതെ ഡാൻസ് ക്ലാസ് എന്ന് വിചാരിച്ചിട്ട് ഇട്ടതല്ല. ആ ഒരു 5 കുട്ടികളെ പഠിപ്പിക്കാനൊരു റൂം അത്ര വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ആ ക്ലാസ്സിൽ 4 ഉള്ളത് 40 100 വരെ കുട്ടികളായി. 4 കൊല്ലം അവിടെ ഞാൻ വാർഷികം അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കേ, അപ്പൊ പ്രജൻ അവന്റെ ഒരു ലക്കി റൈഡിൽ അങ്ങ് പോവാണ്. ശാന്തി മാസ്റ്റർ, the second chicken goes to ഫിറോസ്. ഫിറോസ്. ഞാൻ തന്നെ ഒരുപാട് ബാക്ക്ഡ്രോപ്പിൽ മെയിൻ കണ്ടസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഡ്രോപ്പിൽ കളിച്ച് കണ്ടിട്ടുണ്ട്. ഇതിൽ നീ മെയിൻ കണ്ടസ്റ്റന്റ് അല്ലേ? ഇപ്പൊ എന്താണ് എനിക്ക് തോന്നുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ലെക്സ് ഡാൻസിലൂടെ വരാൻ പറ്റിയത്. അതും പെയറായിട്ട് ഞാനും ഷമീറും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരു സെലക്ഷൻ കിട്ടിയില്ലെന്ന് വെച്ചോ, എന്തായിരിക്കും എൻ്റെ ഫീൽ? വീണ്ടും ട്രൈ ചെയ്യും. വീണ്ടും. വെരി ഗുഡ്. Tell me Badal, your experience in Let's Dance season 2. ഡാൻസിൽ എനിക്ക് തോന്നുന്നു പേഴ്സണലി ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് കളിച്ചത് സെമി ഫൈനൽ സ്റ്റേജ് കളിച്ചത് വളരെയധികം ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. പേഴ്സണലി ഐ ഫീൽ ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു, എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്നു. അഞ്ജല, ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഡാൻസ് എല്ലാവരും എങ്ങനെയാണ് ഡാൻസ് വ്യൂ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം എനിക്ക് അത്ര ക്ലിയർ അല്ല. എനിക്ക് അങ്ങനെ ഒരു ആംഗിളേ ഉണ്ടായിട്ടുള്ളൂ ഡാൻസിനെ കുറിച്ച്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പലവരും എങ്ങനെയാണ് ഡാൻസ് കാണുന്നത്, കുറേ പേർക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ലൈഫാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്ന ആംഗിൾസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും അത് ഇൻവോൾവ് ചെയ്ത് എനിക്കും ഞാൻ ഡാൻസ് വ്യൂ ചെയ്ത ആംഗിൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പാരൻസ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ഇങ്ങനെ എക്സാം കോളേജ് എല്ലാത്തിനിടയിലും ഡാൻസ് വിടണ്ട എന്ന് പറഞ്ഞ് കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരുപാട് ഞാൻ താങ്ക് ചെയ്യുന്നു. ആക്ച്വലി എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് ഇവിടെ. വെരി ടാലന്റഡ് ഡാൻസർ ജാക്കി. ജാക്കി അധികം സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സ് മാത്രമായിരിക്കും, എന്നും 1 word ആൻസർ ആയിരിക്കും. I would like to hear കുറച്ച് ജാക്കി ഷുഡ് സേ സംതിങ് ഈ ഷോനെ കുറിച്ച്, നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്. ഒരുപാട് സ്റ്റൈൽസ് പഠിക്കാൻ പറ്റി ഇതിൽ വന്നതിന് ശേഷം. പിന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമാണ് ഫുൾ പ്രവർത്തിച്ചത്. പിന്നെ ഇവിടെ ആയാലും ഫ്രണ്ട്സ് ഇവരെല്ലാവരും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. സുഹേദ്, നീ എപ്പോഴും ഇങ്ങനെ കാണിക്കുമോ അല്ലേ കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ, നല്ല കമൻസ് കേൾക്കുമ്പോൾ? നിന്റെ എക്സ്പീരിയൻസ് എന്താ പോന്നു? ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറഞ്ഞ എൻ്റെ ഫാമിലിയാണ്. കാരണം ലെറ്റ്സ് ഡാൻസിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇത്രയും കാലമായിട്ട് ഫാമിലിയൊന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ഉമ്മ, ഉണ്ണി, അപ്പോൾ ഉമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിനാലിക്ക് ഞങ്ങൾ കയറുന്നു. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പരിചയമില്ലാണ്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അവരൊരുപാട് അടുത്തു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ നന്നായി സംസാരിക്കും, പക്ഷെ മൈക്ക് കിട്ടി കഴിഞ്ഞാൽ സീനാണ്. മൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സെന്റിമെന്റൽ ആവുന്ന ഒരു ആളാണ് മൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഓൾറെഡി ഇതാണ് പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രിജിന്റെ പോലെ തന്നെ ഞാനും എല്ലാവരുമായിട്ടും കമ്മിറ്റ്മെന്റ് ആണ്, എല്ലാവരും ടോക്ക് ചെയ്യും. ബട്ട് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രിജിന്റെ ഓപ്പോസിറ്റ് ആണ്. അഖിൽ ലക്ഷ്മി, ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ ഞങ്ങള് ഓഡിഷൻ സമയത്ത്? വൈറ്റ് എൻട്രി കാർഡ് വഴിയാണ് കയറിയത്. ഇല്ല, ഞങ്ങൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ സെലക്ട് ചെയ്തപ്പോഴും എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഓരോ റൗണ്ട്സ് കഴിയുന്നതോറും ഹി പ്രൂവ്ഡ് ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഡാൻസർ. നൈസ് ജോഡിയാണ്. എനിക്ക്
ഇഷ്ടമാണ് ആ ജോഡിയെ. ഒരു പെക്യുലർ ഹെയർ സ്റ്റൈൽ ഇല്ല, അവരുടെ സെലക്ഷൻ എല്ലാം വേറെ ഒരു സ്റ്റൈലായിരിക്കും. നന്നായിരുന്നു. സി വേറെ വേറെ ഫ്ലേവേഴ്സ് ആണ് ഓരോരുത്തരുടെയും ഇവിടെ. Master, we also have Sumesh here. They could not perform this time for the round because they had the exams. That's so sad. സുമേഷ് പറയൂ കണ്ണാ. എമി ഇല്ലാണ്ടായപ്പോൾ ഒരു വിഷമമുണ്ട്. ബാക്കി ഡാൻസ് സെമി ഫൈനലിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഗെറ്റ് ടുഗദറിൽ അവരില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഡാൻസിലേക്ക് വരുമ്പോഴും ഫെയിമോ ടൈറ്റിലോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, എക്സ്പീരിയൻസ് മാത്രമേ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവിടുന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇക്കമാരെല്ലാവരും പറഞ്ഞത്, ഞാൻ ഇക്കാനെ വിളിച്ച് പറഞ്ഞു, ഇക്ക പ്രോഗ്രാം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു, അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോകണ്ട, പോവുകയാണെങ്കിൽ ഫസ്റ്റ് വാങ്ങാൻ വേണ്ടി പോയാൽ മതി, അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് പിറ്റേന്നാണ് ഓഡിഷൻ്റെ ഡേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ഓഡിഷന് പോയി, അതെന്തോ കിട്ടി. അതിനുശേഷമാണ് ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. വർക്ക് ചെയ്ത് അന്ന് തൊട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലും എല്ലാം എന്നെ ഡാൻസറായിട്ടൊരു അംഗീകരിച്ചിരുന്നില്ല. അവർക്കെല്ലാവർക്കും പഠിപ്പായിരുന്നു ഇമ്പോർട്ടൻസ്. ഡാൻസർ എന്നുള്ളതിൽ അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതായിരുന്നു, ഡാൻസർ എന്നുള്ള രീതിയിൽ വേറെ എവിടെയും വേണ്ട, എൻ്റെ ഫാമിലിയിലൊന്നും അംഗീകരിച്ചാൽ മതി എന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ ഡാൻസ് ആ 1-2 തവണയേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഒരു തവണയേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നാട്ടിൽ പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അച്ഛനെ കാണാൻ പറ്റാറില്ല. നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ നിൽക്കണത് അച്ഛനെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും എൻ്റെ കൂടെ അല്ല, 1 വർഷമായി. അപ്പോൾ അച്ഛൻ മരിച്ച ദിവസം വരെ ഞാൻ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. 1 വർഷം തികഞ്ഞ ദിവസം വരെ ഞാൻ കർമ്മങ്ങളെല്ലാം മുടക്കി ഞാൻ ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. അതെല്ലാം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി. എൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു ദിവസത്തിൽ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെഡ്യൂളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഏറ്റവും ലാസ്റ്റ് സെമി ഫൈനലിൽ എത്തി കഴിഞ്ഞ കാരണം അതിൽ നല്ല വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളിച്ചിരുന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ ഞാനും എമിലും കൂടി ഉണ്ടാക്കിയ ഡാൻസ് ടീമാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളിച്ചതെല്ലാം. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിയേക്കാളും ഫ്രണ്ട്സിനേക്കാളും ഒക്കെ നന്ദി പറയാനുള്ളത് ഷാനിക്ക, എൻ്റെ ഹോൾ ഡൈനാമിക് ഹീറോസ് ടീമിനാണ്. അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ആ മാജിക് ബോക്സ്, അതായത് എൻ്റെ മാർക്ക് ഇട്ട ആ മാജിക് ബോക്സ് നമ്മൾ പൊട്ടിക്കും. ആർക്കും വിഷമം തോന്നരുത്. നിങ്ങളൊക്കെ കുറച്ച് വളർന്ന പിള്ളേരാണ്. ലൈഫിൽ ഇതൊരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുത്തിട്ട്, അഥവാ 4 പേർക്ക് മാത്രമാണ് ഇപ്പോൾ സെലക്ഷൻ കിട്ടാൻ പോണത്. അഥവാ അത് കിട്ടാത്തവർ ഈ 4 പേരിൽ എല്ലാവരും നന്നായിട്ട് ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ സപ്പോർട്ട്, ഈ പ്രോഗ്രാം ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് പ്രാർത്ഥനയും വേണം. ബിക്കോസ് I'll miss you all so much. And we'll all miss Sija also, അല്ലേ? ഇത്രയും ഒരു ബബ്ലി ആങ്കർ ഞാൻ കണ്ടിട്ടേ ഇല്ലപ്പാ. സീരിയസ്ലി, അതായത് വെരി ഇന്നസെന്റ്, വെരി ബബ്ലി, വെരി ക്യൂട്ട്. സീരിയസ്ലി സിജ, ഐ ഷുഡ് ടെൽ യു ദിസ്. അങ്ങനെ നമുക്ക് ഇത് ഇന്നതല്ല. യു ആർ ബ്യൂട്ടിഫുൾ ഓൺ ഹോൾ. യു ആർ വെരി ക്യൂട്ട്. താങ്ക് യു. മക്കളെ, ആർക്കും വിശക്കുന്നില്ലേ? എനിക്ക് വിശപ്പുണ്ട് കുറെ നേരം. ആർക്കും വിശക്കുന്നില്ലേ? എന്റെ കൂടെ എല്ലാവരും വാ. ഐ വിൽ പ്രിപ്പയർ ഫുഡ് ഫോർ യു. ഞങ്ങൾ എല്ലാവരും കുറെ സംസാരിച്ചു, ചിലർ ഇമോഷണലായി, ഹാപ്പിയായി, നല്ല നല്ല കമന്റ്സ് കേട്ടു. ഇനി വിശപ്പ്, ഭൂക്ക് ലഗി ഹെ മാസ്റ്റർ. നമ്മുടെ ശാന്തി മാസം നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ എന്തോ കഴിപ്പിക്കാൻ പോകുന്നു. സോറി, സ്പെഷ്യൽ എന്തോ അല്ല, സർപ്രൈസ് ഉണ്ട്. യെസ്, നാടൻ ചിക്കൻ കറി. ഒപ്പം തന്നെ ഇനി ആ ട്രിവാൻഡ്രം, അഭിനയ ചെന്നൈ, ഒരു മിക്സ്ഡ് മെഡ്ലി മിക്സ് ബിരിയാണി. Yo! So it's time for a feast right now. We'll go for a break. We'll be back only on Premier Footwear. Let's Dance Season 2. Premier Footwear Let's Dance Season 2 ലേക്ക് സ്വാഗതം. ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് വിൽ ബി ഓൺ. പക്ഷേ എന്റർടൈൻമെന്റിന്റെ
ബിറ്റ്വീനിൽ വിശപ്പൊക്കെ വരുമല്ലോ, എനർജി വിൽ ഡ്രെയിൻ ഔട്ട്. അപ്പോൾ നമ്മുടെ വിശപ്പിന് ഒരു സ്റ്റോപ്പ്, ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്ററും നമ്മുടെ ജഡ്ജസ് ഒക്കെ റെഡിയാണ്. സ്വാഗതം ചെയ്യാം. ശാന്തി മാസ്റ്റർ വരൂ വേഗം. അപ്പൊ ശാന്തി മാസ്റ്റർ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഫ്രം യുവർ സൈഡ്? ചൈനീസ് വേണോ, കോണ്ടിനെന്റൽ വേണോ, സൗത്ത് ഇന്ത്യൻ വേണോ, നോർത്ത് ഇന്ത്യൻ വേണോ? സൗത്ത് ഇന്ത്യൻ. തമിഴ്നാട് സ്റ്റൈൽ വേണോ, ആന്ധ്ര സ്റ്റൈൽ വേണോ, കേരളം വേണോ? എങ്ങനെ വേണം? കേരളം വേണം. ഞാൻ രണ്ടും മിക്സ് ചെയ്യട്ടെ. തമിഴ്നാട് കേരളം. കുറച്ച് എരിവ് കൂടുതലായാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ശരി, എന്നാ ഐ മേക്ക് ചിക്കൻ ഫോർ യു. വെറും ചിക്കൻ വെച്ചിട്ട് എങ്ങനെ കഴിക്കും? കറക്റ്റ്. അപ്പോ നമ്മുടെ അഭിനയും ഇനിയ, they are the only two ladies now left for cooking. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ഇന്ന് സ്പെഷ്യൽ? എല്ലാവർക്കും ബിരിയാണി ഓക്കെയോ? മട്ടൺ ബിരിയാണിയാ, ചിക്കൻ ബിരിയാണിയാ, പ്രോൺസ് ബിരിയാണിയാ? ഓക്കെ, ഇനിയാ വിൽ പ്രിപ്പയർ ചിക്കൻ ബിരിയാണി. അപ്പൊ ഇത് തീർച്ചയായിട്ടും എന്റെ കൈയും അഭിനയയുടെ കൈയും കൂടെ ഉള്ളതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു മിക്സ് മെഡ്ലി പ്ലസ് തമിഴ്നാട് സ്റ്റൈൽ. തമിഴ്നാട് ആൻഡ് കേരള സ്റ്റൈൽ ബിരിയാണി ആയിരിക്കും. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് മെഡ്ലി മിക്സ് ബിരിയാണി. സീസൺ 2 ഈ ഒരു സെലിബ്രേഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല മൂഡിലാണ്. ഒരു സൈഡിൽ കുക്കിംഗ്, മറ്റൊരു സൈഡിൽ പാട്ട്. കുക്കിംഗ് പാട്ട്, പാട്ട് കുക്കിംഗ്. കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നു, കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി കള്ള നിറയെ വള്ളുമടിച്ച് ആടി ആടി എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നു. കാതുരുമ്മിക്കാരമുള്ളോണ്ട് കാത് കുത്തണ നേരം, കാതുരുമ്മിക്കാരമുള്ളോണ്ട് കാത് കുത്തണ നേരം, നോവുമ്പോ പച്ചോല നോക്കിയിരുന്ന മതി എന്റെ പൊന്നോ. കൈതോല പായ വിരിച്ച് ഒരു പറന്നെല്ലുമാണെന്ന് കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നു, കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നു. അപ്പൊ എല്ലാവരും ഇവിടെ റെഡിയാണ്. ചിക്കൻ ഡാൻസ് ആൻഡ് ദീം തരികിടത്തും ചിക്കൻ ബിരിയാണി. പക്ഷെ ബിഫോർ വി അറ്റാക്ക് ദിസ് വി ആർ ഗോണ ഗോ ഫോർ എ ഡാൻസ് പെർഫോമൻസ്. छुपा के लाई तेरे
3, 4, get on the dance floor. 1, 2, 3, 4, get on the dance floor. Shake the booty, shake the top and go hardcore. Show ya, hit you, party, hit you, gimme, 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 gimme some more. 1, 2, 3, 4, get on the dance floor. Shake the booty, shake the top and go hardcore. Show ya, hit you, party, hit you, gimme, 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 gimme some more. पुष्पा तेरा नाम हो या चंपकली, तुझसे भली मुझको लगे पतली गली। भागेगा तू किस गली से, हर गली आज बोलेगी 1, 2, 3, 4, 1, 2, 3, 4, get around hardcore, all door close, but the talk, let's dance more. 1, 2, 3, 4, get on the dance floor. Shake the booty, shake the top and go hardcore. Show ya, hit you, party, hit you, gimme, 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 gimme some more. 1, 2, 3, 4, get on the dance floor. Shake the booty, shake the top and go hardcore. Show ya, hit you, party, hit you, gimme, 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 gimme some more. ചിക്കൻ ഡാൻസും ധീം തക്കിയിടിക ഡോം ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി വേണം. So till then we'll take a short break only on Premium Footwear. Let's Dance Season 2. Premium Footwear, Let's Dance Season 2. Celebration is on. എല്ലാവരും ഇവിടെ എന്തൊരു അൻസർന. Everybody is just waiting for Shanti Master's chicken curry and Inia's and Abhinaya's biryani. Apo, time to attack. Ready? 1, 2, 3, attack! Start! Hello everybody. Okay. ശാന്തി മാസ എന്താ ഇങ്ങനെ ചുമ്മാ എല്ലാവരും ഡള്ളായിട്ട് ഇരിക്കുന്നേ? ഡള്ളൊന്നുമല്ലടാ, ഞങ്ങളെല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സീസൺ ഫുൾ ഇവരുടെ ഡാൻസിങ് ടാലൻറ്റ്, ഡാൻസിങ് കപ്പാസിറ്റി എന്താണ് നമ്മൾ ടെസ്റ്റ് വെച്ചു. ഇപ്പോൾ അതല്ലാതെ അഡീഷണൽ എന്തെങ്കിലും മൾട്ടി ടാലൻറ്റഡ് ആണോ അല്ലെങ്കിൽ വേറെ ടാലൻസ് ഇവർക്കുണ്ടോ എന്നൊരു ചെറിയൊരു ടെസ്റ്റ് അല്ലേ? ഇതിൽ ആരെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടോ? ഇതൊന്നും എല്ലാവരും അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇവര് വേറൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലെറ്റ്സ് ഡാൻസിന്റെ എപ്പിസോഡ് ഒന്നുകൂടെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നു. ജഡ്ജസിനെ, കണ്ടസ്റ്റൻസിനെ, നമ്മുടെ ആങ്കറിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയ്ക്ക് ധൈര്യമായോ നിങ്ങൾക്ക്? ഓഫ് കോഴ്സ് അവർ സ്വയം പഠിക്കും. ഇതിൽ ആരാണ് ശാന്തി മാസ്റ്റർ? കൈവക്കും. മാസ്റ്ററുടെ തൊട്ട് മുമ്പിലുണ്ട്. ഹലോ, കാലിന്റെ താഴെ തന്നെ. ഇല്ല മാസ്റ്റർ, അതിന് അവരൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആങ്കറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ആങ്കർ വന്ന് എല്ലാരെയും ആങ്കർ ഒന്ന് എണീറ്റോ. ശാന്തി മാസ്റ്റർ എഴുന്നേറ്റാൻ പറയും. ബാക്കി ആങ്കർ ചെയ്തോളൂ. Either go to the seat. Okay. Welcome to Premium Footwear. Let's Dance Season. Sir, one more take. Welcome to Premium Footwear. Let's Dance Season 2. Powered by Welcome to Premier Footwear. Let's Dance Season 2. Premier, the king of footwear. So, നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. First, our Chief Justice, Chief Judge. So, one more. First, our Chief Judge, Shanti Master.
Layla Majnu. Romeo Juliet. നമുക്ക് നമ്മുടെ ഫസ്റ്റ് പെർഫോമേഴ്സിനെ സ്വാഗതം ചെയ്യാം. അവർ റെഡി ആയിട്ട് So let's welcome our first contestants, Emil Sumesh. Allah. So let's welcome our first contestants, Suhed Jishnudas. Suhed Jishnudas. So എന്താണ് നിങ്ങൾ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ലിറിക്കൽ ഹിപ്പ് ഹോപ്പ്. Lyrical hip hop. Okay, so they are going to perform a lyrical hip hop. So, okay, nannai perform cheyu. All the best. First, I want to give you a big hug. And the performance ആയിരുന്നു, the energy, oh my god, it was so good. Anyway, നമുക്ക് ജഡ്ജസ് എന്ത് പറയും നോക്കാം. ശാന്തി മാസ്റ്റർ. സുഹൈ ജിഷ്ണു, എന്ത് തോന്നുന്നു മോനു? നന്നായി ചെയ്തോ? നിങ്ങൾ നന്നായി തന്നെ ചെയ്തു. ഇതിനു വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത സോങ്, അതിനു വേണ്ടിയിട്ടുള്ള കൊറിയോഗ്രാഫി ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല കമന്റ്സ് ആണ് അല്ലേ? സോ നെക്സ്റ്റ് ലൈല മജ്നു. ലൈല മജ്നു. ലൈല മജ്നു. എടാ നിങ്ങൾ എന്താണ് ചെയ്തത്? വെറുതെ നീ എന്താ ബൾട്ടി അടിച്ചവിടെ? നീ എന്താ ഫ്രണ്ടിൽ എന്താ കാണിച്ച? ഫ്ലിപ്പ്. ഇങ്ങനെ ചെയ്താൽ നീ സെമി ഫൈനലിൽ പോവില്ല. ഇന്നിറങ്ങിക്കോണം. ആക്ച്വലി നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ കണ്ടില്ല. പക്ഷെ ആരാ സെറ്റ്? ഈ കോറിയോഗ്രാഫർ ആരാണ്? ഹാൻഡ്സ് ഓഫ് ടു കോറിയോഗ്രാഫർ. സോ നല്ല കമന്റ്സ് ആണ് വീണ്ടും. സോ ലെറ്റ്സ് ആസ്ക് റോമിയോ ജൂലിയറ്റ്. അയ്യോ, റോമിയോ ജൂലിയറ്റ്. സുഹേദ് ജിഷ്ണുദാസ്, നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ സൂപ്പർ സൂപ്പർ. കാര്യം ഞാനും ഇതുപോലൊരു സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വന്നതാണ്. എനിക്ക് കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു വികാരം എല്ലാം എനിക്ക് മനസ്സിലാവും. നിങ്ങൾ നന്നായി ചെയ്തിരുന്നു. ഇടയിലുള്ള ഫ്ലോപ്പൊക്കെ തലകുത്തി മറിഞ്ഞ ഫ്ലോപ്പായാലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ഞാൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ എടുക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുകയാണ്. സുഹൈദ് എന്ത് തോന്നുന്നു? നന്നായി ചെയ്തു. സാർ നന്നായി ചെയ്തു. ജിഷ്ണുദാസ് തീർച്ചയായും സാർ നന്നായി ചെയ്തു. ഇറ്റ് വാസ് ഓസം. சுஹைத் அண்ட் ஜிஷ்ணுதாஸ் கொஞ்சம் ஃப்ளாஸ் இருந்தது. பட் சுஹைத் பாடணும், அவ்வளோதான். அதர்வைஸ் இட் வாஸ் சூப்பர் பெர்ஃபார்மன்ஸ். സോ സുഹൈദ് ജിഷ്ണുദാസ് നല്ല മാർക്സ് ആണ്. അപ്പം എന്തായാലും കുറച്ച് ഫ്ലോപ്പ് ഒക്കെ ആയില്ലെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ അല്ലേ? ഒരു ഓക്കെ പെർഫോമൻസ് ആണ്. അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ ദെൻ താങ്ക് യു. അപ്പം ഇതേപോലെ അടുത്ത റൗണ്ട്സും ചെയ്യാം. ബൈ. Oh my god, inni ഞാൻ oh my god. Okay, DJ
നമ്മുടെ ഈ ഒരു ഫൺ എലിമെന്റ് വിൽ സ്റ്റിൽ ഗോ ഓൺ. എങ്ങോട്ടും പോകരുത്. We'll be back after a short break only on Premier Footwear. Let's dance season 2. നമ്മൾ ജഡ്ജസിനെ നമ്മൾ തുടങ്ങി വെച്ചതാണ്. ഇതിൽ എല്ലാവരും കണ്ടസ്റ്റൻസിനെയും ഇതുപോലെ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ആരുടെ സ്പെഷ്യൽ കാണിക്കാൻ ആരെങ്കിലും? പ്രജൻ, അഞ്ജലി. മോനു, പ്രജൻ, നീ നന്നായിട്ട് ചെയ്തോടാ. ചെയ്തു. ഇതില് ആരും കാണാത്ത പ്രജന്റെ മാത്രം ഒരു സ്റ്റൈലുണ്ട്. അവൻ ഒരു പഞ്ച് അതിന്റെ ഇടയിൽ കയറി വരും. അല്ലേ മോനു? പറയണ കണ്ണ, നീ പറ. പഞ്ചെന്തായി നീ? ഒരു മിനിറ്റ് ജിഷു, അഞ്ജലിനെ ഒന്നും കൂടി കാണിച്ചേ. വേറെ ആരാണോ ഉള്ളത്? അടുത്ത ഫിറോസ് ഷമീറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പ്രജിൻ. മാസ്റ്റർ, ലൈറ്റ് ഔട്ട് ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് മഞ്ഞ ലൈറ്റ് മതി മാസ്റ്റർ, പച്ച വേണ്ട. ശാന്തി മാസ്റ്റർ എന്നാ മാസ്റ്റർ ഉണ്ടാക്കണ്ണിട്ട് പേടിപ്പിക്കണം മാസ്റ്റർ പ്ലീസ്. മാക്ക് തരൂ മാസ്റ്റർ, തരൂ. പച്ച കത്തു അവിടെ, കത്തോ? പച്ച കത്തോടെ, ചുവപ്പ് കത്തിക്കോടെ. നമ്മൾ ഇത്രയും ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ നേരത്തെ ഇതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ ജഡ്ജസിൽ ഒരാൾ വന്ന് ഇത്രയും കണ്ടസ്റ്റന്റ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ഒന്ന് വിളിച്ച് അദ്ദേഹം ഇതൊന്ന് കാണിക്കും. അരവിന്ദ് പ്ലീസ് കളത്തിലേക്ക് വരൂ. ഈ സൈഡ് സുഹേദ്, ഈ സൈഡ് ജിഷ്ണുദാസ്. ജിഷ്ണുദാസ്. നെക്സ്റ്റ് ആര്? ജാക്കി ശ്രീകാന്ത്. ജാക്കി ശ്രീകാന്ത്. ജാക്കി ശ്രീകാന്ത്. ജാക്കി ശ്രീകാന്ത്. മധു സാൻഡ്ര. മധു, ഇപ്പോ ഈ റൗണ്ടില് ഏതാ കോൺസെപ്റ്റ്? എന്താ കോൺസെപ്റ്റ്? മാസ്റ്റർ അപ്പോളിന് കോൺസെപ്റ്റ് റെഡിയാക്കിയത്. പിന്നെ ഇല്ലേ മാസ്റ്റർ, അത് ഞാൻ പറഞ്ഞു ഇല്ലേ, ഇത് ഒരു മോളിക്യൂൾസ് ആണ് മാസ്റ്റർ. ഇത് മരത്തിൽ നിന്ന് കായ് പേടിച്ച മോളിക്യൂൾസിന് വന്ന് പിന്നെ ഞങ്ങൾ മോളിക്യൂൾസ് ആയിട്ട് ഡാൻസ്. Please give the mic to Feroz. Abhi, go say I love you to him. ഇങ്ങോട്ട് പറയൂ. എന്താ? ഐ ലവ് യു. ഇരുടാ, റൊമാൻസ് ക്രിയേറ്റ് ആവട്ടോ. ഫസ്റ്റ് റൊമാൻസ്. ഓക്കെ, റെഡി റെഡി. ആക്ഷൻ. ഫിറോസ്, I love you. സീരിയസ് ആയിട്ടാണ്. Serious? പറ്റിച്ചിട്ട് പോകരുത്. Oh no. സത്യമായിട്ട്. I love you, Firoz. I love you. എന്നോട് പറ ഐ ലവ് യു എന്ന്. I love you, Firoz. I love you. സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. Serious. I love you. പറ്റിച്ചിട്ട് പോയില്ലേ? സീരിയസ് Serious. സീരിയസ്. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ മാർക്സ് ഇനി കംപ്ലീറ്റ് ആവുന്നത് ആഫ്റ്റർ വി ബ്രേക്ക് ദാറ്റ് ബോക്സ്. Okay guys, the box is open now. Suhaid, Jishnudas, replica round. அண்ணாமலை தம்பி இங்கு ஆட வந்தேன்டா. அவங்க
உங்க தளபதி நாங்க நான் பாட்டு பாட வந்தேன்டா. ഇന്ന് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു, സെലിബ്രേറ്റ് ചെയ്തു. സർ പറഞ്ഞ പോലെ വഴിപിരിയാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇനി ഒരു ലെവലും കൂടെ ഉള്ളൂ. ആ കടമ്പയിലേക്ക് 4 പേർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. എൻ്റെ അനുഗ്രഹം എന്ന് പറയൂല, എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു. 6 ടൈറ്റിൽ കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഐ വിൽ പ്രേ ഫോർ ഓൾ ഓഫ് യു.